الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇമാം അൽ-ആജൂരി റഹിമഹുള്ളയുടെ ഫദ്ലു ഖിയാമുൽ ലൈലി വ തഹജ്ജുദ് എന്ന റിസാലയിലെ ആദ്യത്തെ ബാബ് കഴിഞ്ഞ ദർസുകളിൽ നാം പറഞ്ഞു. അഥവാ രാത്രി നിസ്കാരത്തിൻ്റെ ഫദ്ലുകളെ അറിയിക്കുന്ന, അതിൻ്റെ ശ്രേഷ്ഠതയും മഹത്വവും അറിയിക്കുന്ന ആയത്തുകളും അതുപോലെ ചില ഹദീസുകളും ചില അസറുകളും ഇമാം ആജൂരി റഹിമഹുള്ള കിതാബിൻ്റെ ആരംഭത്തിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത ബാബു ഫീമൻ കാന ലഹു വിർദുൻ മിനൽ ലൈൽ യഖൂമുഹു ഫശഗലഹു അൻഹു മറദുൻ ഔ ഉദ്റുൻ വനാമ അൻഹു വമിൻ നിയ്യതിഹി അൽ ഖിയാം. രാത്രി നിസ്കരിക്കാം എന്ന നിയ്യത്തോടു കൂടി രാത്രിയിൽ സാധാരണഗതിയിൽ സ്ഥിരമായി നിസ്കരിക്കുന്ന ഒരാൾ, അവൻ രാത്രി നിസ്കരിക്കാറുള്ള ഒരാളാണ്. അങ്ങനെ രാത്രി നിസ്കരിക്കണം, രാത്രി എഴുന്നേൽക്കണമെന്ന് നിയ്യത്തോടു കൂടി ഒരാൾ ഉറങ്ങി. പക്ഷേ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് രാത്രി നിസ്കരിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ രോഗം കാരണം രാത്രി നിസ്കരിക്കാൻ സാധിച്ചില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തി, അയാൾക്കുള്ള വിധി എന്താണ്, അല്ലെങ്കിൽ അയാളുടെ അവസ്ഥ എന്താണ് എന്നെല്ലാം പരാമർശിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ ബാബിൽ ആജൂരി റഹിമഹുള്ള കൊടുക്കുന്നത്. ഇതിൽ ഒന്നാമത്തെ ഹദീസ്, حدثنا أبو العباس أحمد بن سهل الأشناني قال حدثنا عبد الله بن عمر بن أبان الكوفي قال حدثنا حسين بن علي الجعفي عن زائد بن قدامة عن سليمان الأعمش عن حبيب بن أبي ثابت عن عبدة بن أبي لبابة عن سويد بن غفلة عن أبي الدرداء رضي الله عنه يبلغ به النبي صلى الله عليه وسلم قال. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. മൻ അതാ ഫിറാശഹു വഹുവ യൻവി അൻ യഖൂമ ഫയുസല്ലി മിനൽ ലൈൽ. ആരെങ്കിലും അവന്റെ കിടപ്പറയിൽ എത്തുകയാണ്, അവൻ രാത്രി നിസ്കരിക്കണം എന്ന നിയ്യത്തോടു കൂടിയാണ് കിടക്കുന്നത്. ഫഗലബത്ഹു ഐനുഹു ഹത്താ യുസ്ബിഹ കുതിബ ലഹു മാ നവാ. അങ്ങനെ അവൻ രാത്രി നിസ്കരിക്കാൻ എഴുന്നേൽക്കാതെ ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അവന്റെ മേലെ അവൻ എന്താണ് നിയ്യത്ത് വെച്ചത് അത് രേഖപ്പെടുത്തും. വകാന നൗമുഹു സദഖതൻ. അവന്റെ ഉറക്കം സദഖതൻ അലൈഹി മിൻ റബ്ബിഹി അസ്സ വജൽ. അവന്റെ ഉറക്കം അല്ലാഹുവിൽ നിന്ന് അവനുള്ള ഒരു സദഖയുമാണ്. ഈ ഹദീസ് നമ്മൾ രാവിലെ ഫജ്റിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വേറെ കിതാബിൽ വന്നതാണ്. ഇതിൽ ആജൂരി റഹിമഹുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതേ ആശയത്തിൽ വരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് കൂടിയുണ്ട്. അതുകൂടി വായിച്ചിട്ട് അതിന്റെ കാര്യങ്ങൾ പറയാം. حدثنا أبو محمد يحيى بن محمد بن ساعد قال حدثنا سليمان بن يوسف الحراني قال حدثنا محمد بن سليمان بن أبي داود الحراني قال حدثنا أبو جعفر الرازي عن محمد بن المنكدر عن سعيد بن جبير عن الأسود بن يزيد عن عائشة رضي الله عنها قالت قال رسول الله صلى الله عليه وسلم من كان له صلاة يصليها من الليل. ഒരാൾ രാത്രി നിസ്കരിക്കുന്നവനാണ്, അവന് രാത്രി നിസ്കരിക്കാറുള്ള ഒരാളാണ്. ഫനാമ അൻഹ. പക്ഷേ ഒരു ദിവസം രാത്രി അവൻ ഉറങ്ങിപ്പോയി. كان ذلك صدقة تصدق الله عز وجل عليه وكتب له أجر صلاته. ആ ഉറക്കം അവന്റെ മേലുള്ള റബ്ബിന്റെ സദഖയാണ്. അവൻ നിസ്കരിച്ച പ്രതിഫലം അവന്റെ മേലെ രേഖപ്പെടുത്തപ്പെടും. ഇവിടെ ഈ രണ്ട് ഹദീസുകളിലും ഉദ്ദേശിക്കുന്ന കാര്യം, രാത്രി നിസ്കരിക്കാൻ സ്ഥിരമായി ചെയ്യുന്ന ഒരാൾ, ഈ ഏതൊരു അമലും മുവാദിബായിട്ട് അഥവാ സ്ഥിരമായി ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ഫദ്ലുകളുണ്ട്. അത് നഷ്ടപ്പെട്ടാലും വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ മരിദൽ അബ്ദു ഔ സാഫറ. ഒരടിമ രോഗിയാവുകയാണ് അല്ലെങ്കിൽ യാത്രക്കാരനാവുകയാണ്. ഈ രണ്ട് സന്ദർഭങ്ങളിലും മുഖീമായിട്ട് സഹീഹായിട്ട് അഥവാ ആരോഗ്യമുള്ള അവസ്ഥയിൽ യാത്രയിലും ഒന്നല്ലാത്ത അവസ്ഥയിൽ ഒരാൾ ചെയ്യുന്നത് പോലെ അമാലുകൾ ഒരു രോഗിക്കോ ഒരു യാത്രക്കാരനോ ചെയ്യാൻ സാധിക്കില്ല. നമുക്കറിയാവുന്ന കാര്യമാണ്.
അങ്ങനെ ഒരടിമ രോഗിയോ യാത്രക്കാരനായിട്ട് ആവുകയാണെങ്കിൽ കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സഹീഹ, അവന്റെ മേലെ അവന്റെ നാട്ടിൽ യാത്രക്കാരനല്ലാതെ ആരോഗ്യമുള്ളപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം അവന്റെ മേലെ രേഖപ്പെടുത്തപ്പെടും. കാരണം ഒരാൾ സ്ഥിരമായി ജമാഅത്തിന് നിസ്കാരത്തിന് പങ്കെടുക്കുന്ന ആളാണ്. പക്ഷെ അവന് രോഗം കാരണത്താൽ അല്ലെങ്കിൽ യാത്രക്കാരനായതിന്റെ കാരണത്താൽ ജമാഅത്ത് കൃത്യമായി ലഭിക്കുന്നത് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ രോഗം കാരണത്താൽ മസ്ജിദിലേക്ക് വരാൻ പറ്റാത്ത അത്ര ബുദ്ധിമുട്ടുള്ള രോഗാവസ്ഥ അവനുണ്ടായി. അപ്പോ അവനെന്താണ്, അവൻ സ്ഥിരമായി ആരോഗ്യമുള്ളപ്പോൾ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവന്റെ മേലെ അത് രേഖപ്പെടുത്തും, അഥവാ ആ ജമാഅത്തിന്റെ പ്രതിഫലം അവന്റെ മേലെ രേഖപ്പെടുത്തും. അതുപോലെ തന്നെ സുന്നത്തായ നോമ്പുകൾ സ്ഥിരമായി എടുക്കുന്ന ഒരാളാണ്, ചില കാരണങ്ങൾ യാത്രക്കാരനോ രോഗമോ ആയിട്ട് അവനൊരു സുന്നത്തായ നോമ്പ് തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ നഷ്ടപ്പെട്ടു, അവന്റെ മേലെ അത് രേഖപ്പെടുത്തും. അപ്പോൾ കർമ്മങ്ങൾക്ക് സ്ഥിരതയുണ്ടാവുക, സ്ഥിരമായി ചെയ്യുക എന്നുള്ളത് അതില്ലാത്ത സന്ദർഭത്തിൽ പോലും അവന്റെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല ആ കർമ്മം ചെയ്തതായി രേഖപ്പെടുത്തും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മുടെ ഈ കിതാബിൽ ഒരാൾ രാത്രി നിസ്കരിക്കുന്ന ഒരാളാണ്, അവനത് ശീലമായി അവൻ നഫ്സിനോട് ജിഹാദ് ചെയ്ത് അതിനെ പരിശീലിപ്പിച്ച് രാത്രി നിസ്കരിക്കാൻ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരാളാണ്. അങ്ങനെ രാത്രി അവൻ ഉറങ്ങാൻ കിടക്കുമ്പോഴും അവന്റെ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ രാത്രി നിസ്കരിക്കണം, എഴുന്നേൽക്കണം എന്ന നിയ്യത്തിൽ അതിനാവശ്യമായിട്ടുള്ള അലാറമോ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി അവൻ ഉറങ്ങുന്നത്. പക്ഷേ മനുഷ്യരാണ്, ചിലപ്പോൾ ഉറങ്ങിപ്പോകാം, അല്ലെങ്കിൽ മറ്റു രോഗം കാരണത്താൽ അവൻ രാത്രി എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥ വരാം, അല്ലെങ്കിൽ പിന്നെ ഒരു ഉദ്ർ, ന്യായമായിട്ടുള്ള ഒരു കാരണം അവനുണ്ടായേക്കാം. അങ്ങനെ ആ നിസ്കാരം നിസ്കരിക്കാൻ സാധിക്കാതെയാണ് അവൻ രാവിലെ എഴുന്നേൽക്കുന്നതെങ്കിലും അവന്റെ മേലെ അവൻ ആ നിയ്യത്ത് രാത്രി നിസ്കരിക്കാൻ നിയ്യത്ത് വെച്ചതുകൊണ്ടും സ്ഥിരമായി ചെയ്യുന്ന ഒരാളായതുകൊണ്ടുമെല്ലാം അവന്റെ മേലെ ആ നിസ്കാരം രേഖപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നത് അള്ളാഹു നൽകിയ സദഖയാണ്. അവന്റെ ഉറക്കം അള്ളാഹു നൽകിയ സദഖയാണ്. അതായത് ഉറങ്ങാനുള്ള ഒരു ശരീരത്തിന് കിട്ടുന്ന ഒരു ആസ്വാദനവും സൗഖ്യമൊക്കെ ഉണ്ട്. അപ്പൊ ആ ഉറങ്ങിയിട്ട് തന്നെ അവന് ആ പ്രതിഫലം കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഉറക്കം എന്താണ്? നിസ്കരിക്കാതെ തന്നെ പ്രതിഫലം കിട്ടി. അപ്പൊ ഇതിന്റെ ഉറക്കാണ് കൂടുതലുള്ളത്. ഉറക്കം അള്ളാഹുവിനുള്ള സ്വതക്കയാണ്. ഏതുപോലെ നോമ്പുകാരൻ മറന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ, നോമ്പ് നിൽക്കുന്ന ഒരാൾക്ക് അവൻ നോമ്പുകാരനാണെന്ന് ഓർമ്മയില്ലാതെ അവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നോമ്പ് അറിയോ? ഇല്ല, അവന് നോമ്പ് സഹിയായിരിക്കും, ഓർമ്മയില്ലാതെ കഴിച്ചതാണ്. ആ ഭക്ഷണം എന്താണ്? അള്ളാഹു അവന് നൽകിയ സ്വതക്കയാണ്, അള്ളാഹു ഉദ്ദേശിച്ചിട്ട് അവന് ലഭിച്ചിട്ടുള്ള ഭക്ഷണമാണ്. അതുപോലെ തന്നെ ഈ കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? രാത്രി നിസ്കാരം സ്ഥിരമായി ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ തന്നെ രാത്രി നിസ്കാരത്തിന് വേണ്ടി നിയ്യത്ത് വെച്ചുകൊണ്ട് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം എന്നുള്ള ഉദ്ദേശം സിദ്ഖോടുകൂടി രാത്രി ഉറങ്ങുക. ആ രാത്രി നിസ്കരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ സത്യസന്ധമായിട്ടുണ്ടാവുക. അങ്ങനെയെങ്കിൽ നഷ്ടപ്പെട്ടാലും ആ പ്രതിഫലം ലഭിക്കാനുള്ള അവസരമുണ്ട്. ഇത് ഒരാൾ രാത്രി നിസ്കരിക്കുന്നേ ഇല്ല, അവൻ അതിനുള്ള ഒരു പരിശ്രമവും നടത്തുന്നില്ല, സ്വന്തത്തിനോട് ഒരു ജിഹാദും അതിന് ചെയ്തിട്ടില്ല, വെറുതെ നിയ്യത്ത് മാത്രം വെക്കുക, അതല്ല. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾക്ക് മനസ്സിലാവൂല. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ നിയ്യത്തിന്റെ ആ ഒരു അവസ്ഥയുടെ ആഴം ഇബ്ലീസിന് പോലും മനസ്സിലാവൂല. ഇബ്ലീസിന് പോലും അത് മനസ്സിലാവൂല. ഇബ്ലീസിന് പോലും അതിൽ ഒരു വസ്വാസം നടത്തുന്നതിൽ കുറച്ച് ബാഹ്യമായിട്ടേ പറ്റുള്ളൂ. നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവും അടിമയും തമ്മിലുള്ള സിറാണ് ഉലമാക്കൾ പറയാറ്. ഒരു രഹസ്യമാണ്. അവനും അള്ളയും മാത്രം അറിയുന്ന ഒരു രഹസ്യമാണ് നിയ്യത്ത്. അപ്പോ അതിലൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരാളെ പറ്റിക്കാൻ പറ്റൂല. അപ്പൊ നമ്മളൊരു മനുഷ്യന്മാരോട് ഇടപഴകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒന്ന് വെച്ചിട്ട് വേറൊരാളോട് നമ്മളുള്ളിൽ ഒരു കാര്യം മറച്ചു വെച്ചിട്ട് ഒരാൾ സംസാരിക്കാനൊക്കെ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അള്ളാഹിന്റെ അടുക്കൽ എന്ത് പറ്റൂല? ഒരിക്കലും പറ്റൂല. അപ്പൊ നിയ്യത്ത് എന്നുള്ളത് അത്രയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അത്രയും പ്രതിഫലം ലഭിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഉലമാക്കൾ പറഞ്ഞു, സലഫുകൾ പറഞ്ഞത് കാണാൻ സാധിക്കും. അവർ പറയും, രാത്രി ഞാൻ നിസ്കരിച്ചല്ലോ എന്നുള്ള ഒരു ഉജുബോട് കൂടി രാവിലെ എഴുന്നേൽക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്താണ്? രാത്രി നിസ്കാരം നഷ്ടപ്പെട്ടല്ലോ എന്ന ഒരു ദുഃഖത്തിൽ എഴുന്നേൽക്കുന്നതാണ്. ഉജുബ് എന്ന് പറഞ്ഞാൽ എന്താ? ഷിർക്കുൻ ഖഫിയ, ഗോപ്യമായിട്ടുള്ള ഷിർക്കാണ്. അത് അവനെ അമലിനെ പൊളിച്ചു കളയും. എന്നാൽ രാവിലെ എഴുന്നേൽക്കുമ്പോ എനിക്ക് രാത്രി നിസ്കാരം നഷ്ടപ്പെട്ടല്ലോ എന്നുള്ള വിഷമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാലോ, അത് അവൻ ആഗ്രഹിച്ച് നിയ്യത്ത് വെച്ചൊരു കാര്യം നഷ്ടപ്പെട്ടതിന്റെ മേലുള്ള വിഷമം കൊണ്ടാണ്. അപ്പോ ഈ രണ്ടവസ്ഥയും നമ്മൾ മനസ്സിലാക്കണം. അപ്പോ നിയ്യത്ത്, രാത്രി നിസ്കാരം നമ്മൾ ശീലമാക്കാനുള്ള, നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക. അതുപോലെ തന്നെ നിയ്യത്ത് എല്ലാ ദിവസവും അതിനെ പുതുക്കിക്കൊണ്ട് രാത്രി നിസ്കരിക്കണം എന്നുള്ള സത്യസന്ധമായ നിയ്യത്തോടുകൂടി എഴുന്നേൽക്കാൻ വേണ്ടി തന്നെ നമ്മൾ എല്ലാവിധ ഒരുക്കങ്ങളോടും കൂടി കിടക്കുക. قال محمد بن الحسين الأجوري رحمه الله هذا والله أعلم. അജുരി റഹിമഹുല്ലാഹി രണ്ട് ഹദീസ് കൊടുത്തിട്ട് അതിനെപ്പറ്റി പറയാണ്.
هذا والله أعلم على قدر شدة الأسف على ما فاته من ليلته كيف شغل عنها حتى فاته القيام. ഈ പ്രതിഫലം രേഖപ്പെടുത്തുമെന്നുള്ളത് അദ്ദേഹം പറയാണ്, അല്ലാഹു അലം, അല്ലാഹുവിനറിയാം. അലാ ഖദ്രി ശിദ്ദത്തിൽ അസഫ്, എത്രത്തോളമാണോ അവന് വിഷമം ഉണ്ടാകുന്നത്, എത്ര കടുപ്പത്തിലാണോ നിസ്കാരം നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം ഉണ്ടാകുന്നത്, അലാ മാ ഫാതഹു മിൻ ലൈലതിഹി കൈഫ ശുഗില അൻഹാ ഹത്താ ഫാതഹുൽ ഖിയാം, ആ രാത്രി നിസ്കാരം നഷ്ടപ്പെട്ടതിന്റെ ആ വിഷമം എത്ര കടുപ്പമാണോ അതിനനുസരിച്ചായിരിക്കും ആ പ്രതിഫലം രേഖപ്പെടുത്തുക. ഫഖദ് അഖദ നഫ്സഹു ബിതഹർറുസ് ഫീമാ യസ്തഖ്ബിലു ഖൗഫൻ അൻ യഫൂതഹു വിർദഹു താനിയ. അവൻ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ദിവസം രാത്രി നിസ്കാരം നഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? അടുത്തൊരു ദിവസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും അവനെടുക്കും. അത് നഷ്ടപ്പെട്ടു, ആ പ്രതിഫലം കിട്ടി, ചെയ്യാതെ പ്രതിഫലം കിട്ടി എന്നുള്ള സമാധാനിച്ച് സന്തോഷിച്ചിരിക്കുന്ന ഒരാളാവില്ല. അടുത്ത ദിവസം ഇനി നഷ്ടപ്പെടരുത് എന്നുള്ളതിന് കഠിനമായി പരിശ്രമിക്കുന്ന ആളായിരിക്കും. അടുത്തൊരു അസർ, حدثنا أبو الفضل عباس بن يوسف الشكلي قال حدثني محمد بن منصور الزاهد قال أجر رحمه الله سنة برنة بريان كان لسعد بن يزيد رحمه الله ورد من الليل يقومه ففتر عن ورده ذات ليلة فحسبها حزينا وأنشأ يقول. സഅദ് ബിൻ യസീദ് റഹിമഹുല്ലാ സലഫുകളിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം രാത്രി നിസ്കരിക്കാറുള്ള, സ്ഥിരമായി രാത്രി നിസ്കരിക്കുന്ന വ്യക്തിയാണ്. കാരണം ഒരു ദിവസം അദ്ദേഹത്തിന്റെ രാത്രി നിസ്കാരം ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ഉറങ്ങിയിട്ടോ മറ്റോ എന്തോ നഷ്ടപ്പെട്ടു. അതിന് രാവിലെ എഴുന്നേറ്റപ്പോൾ അദ്ദേഹം അതിയായ ദുഃഖത്തിൽ അദ്ദേഹം ചില ബൈറ്റുകൾ പറഞ്ഞു. അലാ ഫീ സബീലില്ലാഹി ഉംറുൻ റുസീതുഹു വതൂലു ലയാലിൻ ഫാത മിൻഹാ നഈമുഹാ. അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇതാ ഒരു മുസീബത്ത് ബാധിച്ചിരിക്കുന്നു. രാത്രിയിലെ ഏറ്റവും വലിയ അനുഗ്രഹം നഷ്ടപ്പെട്ടുകൊണ്ട് ആ രാത്രി നീങ്ങിപ്പോയിട്ടുണ്ട്. أعبر أيامي فما أستطيعها وتذهب عيني ليلة لا أقومها. ഇതാ ഒരു ദിവസം എന്നിൽ നിന്ന് കടന്നു പോയിരിക്കുന്നു, അതിൽ എന്ത് ചെയ്യാൻ സാധിച്ചില്ല, എന്റെ ഉറക്കം ഒഴിവാക്കിക്കൊണ്ട് രാത്രി നിന്ന് നിസ്കരിക്കാൻ കഴിയാതെ ഒരു ദിവസം എനിക്കിതാ നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ദുഃഖത്തോടുകൂടി പറയാം, وتنقطع الدنيا ويذهب عيشها ويغتنم الخيرات منها حكيمها. ദുനിയാവ് നീങ്ങിപ്പോകുന്നതും അത് മുറിഞ്ഞു പോകുന്നതുമാണ്. എന്നാൽ ദുനിയാവിൽ അറിവുള്ള ആളുകൾ അവരെന്ത് ചെയ്യും? ആ ദുനിയാവിൽ നിന്ന് നന്മകൾ നേടിയെടുക്കാൻ അവർ പരിശ്രമിക്കും. അഥവാ രാത്രി നിസ്കാരവും അതുപോലുള്ള ഇബാദത്തുകളുടെ നേടിയെടുക്കാൻ പരിശ്രമിക്കും. ഉആബിദു ജഹ്ലൻ ബഅദ ഖൈരിൻ വസബ്വത്തിൻ തമുറു ബിഅയ്യാമി ഫതബ്ഖാ റുസൂമുഹാ. അള്ളാഹു വലിയ ഖൈറുകളും അനുഗ്രഹങ്ങളും ഒക്കെ നൽകിയതിനു ശേഷം വീണ്ടും ഞാൻ ജാഹിലായി പോയി, എന്റെ ദിവസങ്ങൾ വെറും എണ്ണങ്ങളായി മാത്രം മാറിക്കൊണ്ട് നീങ്ങിപ്പോവുകയാണോ? അഥവാ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് കഴിഞ്ഞ് നാളെ ഡേറ്റുകൾ നീങ്ങിപ്പോകും. അപ്പോ അള്ളാഹു ഇത്രയും ഖൈറും ഇതെല്ലാം എനിക്ക് നൽകിയിട്ട്, അഥവാ രാത്രി നിസ്കരിക്കാൻ തൗഫീഖൊക്കെ നൽകിയ ഒരു വ്യക്തിയാണ് പറയുന്നത്. അങ്ങനെയൊക്കെ നൽകിയിട്ടും ഞാനത് നഷ്ടപ്പെടുത്തി വെറും എണ്ണങ്ങളായിക്കൊണ്ട്, ഡേറ്റുകളായിക്കൊണ്ട്, എണ്ണപ്പെടുന്ന ചില ദിവസങ്ങളായിക്കൊണ്ട് എന്റെ ദിവസങ്ങൾ കഴിഞ്ഞു പോവുകയാണോ എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ വിഷമത്തിൽ അദ്ദേഹം എന്തു ചെയ്തു? പിന്നെ ഒരു ബൈറ്റ് പാടുകയുണ്ടായി. അപ്പോ പിന്നെ രാത്രി നിസ്കാരം നഷ്ടപ്പെടുക എന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മുമ്പ് പറഞ്ഞു, ഷറഫുൽ മുഅ്മിനാണ്, ഒരു മുഅ്മിന്റെ ഷറഫാണ്, ശ്രേഷ്ഠതയാണ്. അതുകൊണ്ട് തന്നെ അത് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഗൗരവത്തിൽ നാം ചിന്തിക്കണം. راجل رحمه الله برينه قال حدثنا أبو الفضل الشكلي أيضا قال لي محمد بن عبد العزيز السائح قال حدثني أبي قال كان فتى من المتعبدين له ورد من الليل يقومه ففتر عن ورده ذلك. രാത്രി നിസ്കാരം നഷ്ടപ്പെട്ട സൽഫുകൾപ്പെട്ട മറ്റൊരു ചെറുപ്പക്കാരൻ യുവാവ്, അദ്ദേഹത്തെ പറ്റി പറയാം. അദ്ദേഹത്തിന് ഒരു ദിവസം രാത്രി നിസ്കാരം നഷ്ടപ്പെട്ടു. ഖാല, അദ്ദേഹം പറയാണ്, ഫബൈനമാ അന ദാത ലൈലത്തിൻ റാഖിദുൻ. അങ്ങനെ ആ രാത്രിയിൽ ഞാൻ ഉറക്കത്തിലായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, നിസ്കാരം നഷ്ടപ്പെട്ട് ഞാൻ ഉറക്കത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, റഅയ്തു ഫീ മനാമി കഅന്ന ഫതൻ വഖഫ അലയ്യ ഫഖാല ലി ഒരു ചെറുപ്പക്കാരൻ എന്റെ അടുക്കൽ വന്ന് നിൽക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടിട്ട് അവൻ എന്നോട് പറയുകയാണ്. നമ്മൾ സ്വപ്നത്തെ നമ്മൾ പറഞ്ഞു, സൽഫുകളിലെ ധാരാളം കിതാബുകളിൽ അവർ കണ്ട സ്വപ്നങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. പക്ഷേ ആ സ്വപ്നങ്ങൾ അഹ്ലുസുന്നയുടെ അടിസ്ഥാന തത്വം എന്താണ്?
ബിഷാറത്തോ നിദാറത്തോ, എന്തെങ്കിലും ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നതോ അല്ലെങ്കിൽ ഒരു തെറ്റിനെ കുറിച്ച് താക്കീത് ചെയ്യുന്നതോ ആയ സ്വപ്നങ്ങളാണെങ്കിൽ അത് നമ്മൾ പരിഗണിക്കും. കാരണം അള്ളാഹു എന്നുള്ള സ്വപ്നങ്ങൾ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുള്ളതാണ്. അതല്ലാതെ ദീനിന്റെ അടിസ്ഥാനങ്ങൾക്ക് എതിരായിട്ടുള്ള അല്ലെങ്കിൽ പുതുതായിട്ടൊരു ഹുക്മ് പറയുന്ന അല്ലെങ്കിൽ പുതുതായിട്ടൊരു ഇബാദത്ത് പഠിപ്പിക്കുന്ന ഈ തരത്തിലുള്ള എന്തെങ്കിലും സ്വപ്നങ്ങളാണെങ്കിൽ അത് പിശാചിന്റെ ഭാഗത്തുള്ളത്. കാരണം ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് ഒരു മാറ്റവും ഉണ്ടാവുകയില്ല. എന്നാൽ ഓരോ വ്യക്തികൾക്ക് സന്തോഷ വാർത്തയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിന്മയിൽ നിന്ന് താക്കീതായിട്ടോ ആ നിലക്കെല്ലാം സ്വപ്നങ്ങൾ കാണാറുണ്ട്. സൽഫുകൾ ധാരാളം അത് ഉദ്ധരിച്ചതായിട്ടും കാണാം. സുഹാബികളിൽ നിന്നും സൽഫുകളിൽ നിന്നെല്ലാം അവർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ ഇങ്ങനെ ധാരാളം രാത്രി നിസ്കരിച്ച ഒരു വ്യക്തിക്ക് രാത്രി നിസ്കാരം നഷ്ടപ്പെട്ടു. അങ്ങനെ അവൻ ഉറങ്ങിപ്പോയപ്പോ അവൻ ഉറക്കത്തിൽ ഒരു യുവാവ് അവന്റെ അടുക്കൽ വന്ന് പറയുന്നതായിട്ട് അവൻ സ്വപ്നം കാണുകയാണ്. ആ വ്യക്തി ചെറുപ്പക്കാരനാണ്. എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈത്തുകളാണ്. تيقظ لساعة من الليل يا فتى لعلك تحبى في الجنان بحورها. പറയാണ്, നീ രാത്രിയിൽ നിന്റെ ഉറക്കത്തിൽ നിന്ന് നീ എഴുന്നേറ്റ് പിന്നെ നിസ്കരിക്കുക, എഴുന്നേൽക്കുക യുവാവെ എന്ന് വിളിച്ചിട്ട്. കാരണം ലഅല്ലക തുഹ്ബാ ഫിൽ ജിനാനി ബിഹൂരിഹാ, നിനക്ക് ആ നിസ്കാരം കൊണ്ട് അള്ളാഹുലേക്ക് അടുക്കുന്ന ആ നന്മകൾ കൊണ്ട് ആ സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കിയിട്ടുള്ള ഹൂറുലീങ്ങളോടൊപ്പം നിനക്ക് അവിടെ താമസിക്കാവുന്നതാണ്. فتنعم في دار يدوم نعيمها محمد فيها والخليل بدورها. ആ സ്വർഗത്തിൽ ഒരിക്കലും അവസാനിക്കാതെ നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളുണ്ട്. അവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഖലീൽ ഉദ്ദേശിച്ചത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ ബദലായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖലീലാണെന്ന് നിലക്ക് പറഞ്ഞേക്കാം. അഥവാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ ശ്രേഷ്ഠ നബിമാരും എല്ലാം ആ സ്വർഗത്തിലുണ്ടാകും. فقم فتيقظ ساعة بعد ساعة عساك تقضي ما بقي من مهورها. എന്നിട്ട് പറഞ്ഞു, നീ എഴുന്നേൽക്ക് രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്ക്. അസാഖ തഖ്ലീ മാ ബഖിയ മിൻ മുഹൂരിഹാ, നിനക്ക് നാളെ സ്വർഗത്തിൽ ആ ഹൂറുലീങ്ങളെ ലഭിക്കാനുള്ള അവർക്കുള്ള മഹർ അത് കൂടുതൽ. അതിനുവേണ്ടി മഹർ നൽകാൻ ഉദ്ദേശിച്ചത് സ്വർഗത്തിലെ ഹൂറുലീങ്ങൾ ഇണകൾക്കുള്ള മഹർ എന്താണ്? ദുനിയാവിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കലാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ്. അപ്പോ അത് കൂടുതൽ നീ ഒരുക്കുക എന്ന് പറഞ്ഞത് കാണാം. അതായത് ദുനിയാവിലെ ആസ്വാദനങ്ങൾ ഒഴിവാക്കുമ്പോ ഒരാളെ ഓർമ്മിപ്പിക്കാൻ ഏറ്റവും നല്ല എന്താണ്? ഇപ്പൊ ദുനിയാവിലെ ഒരു മുഅ്മിൻ ദുനിയാവിന്റെ ആനന്ദങ്ങളും ആസ്വാദനങ്ങളും ആളുകളെ മറ്റുള്ളവരെല്ലാം ആസ്വദിക്കുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുമ്പോ ഒരു മുഅ്മിനെ ആലോചിക്കാനുള്ള ഏറ്റവും നല്ല കാര്യം എന്താണ്? അവന് ഇതിനേക്കാൾ വലുത് സ്വർഗത്തിലുണ്ട്. ഇപ്പൊ ഒരാൾ നല്ല വാഹനത്തിൽ പോവാണ്, നല്ലൊരു വാഹനത്തിൽ. അപ്പോ ലഭിക്കാത്ത ഒരാൾ മുഅ്മിൻ, ലഭിച്ചവരുണ്ടാകാം, ലഭിക്കാത്ത ഒരാൾ മുഅ്മിൻ അത് കണ്ടിട്ട് അതിനോട് ആഗ്രഹം തോന്നുമ്പോൾ അവന് ചിന്തിക്കാം, ഇതിനേക്കാൾ എന്നെ ആഗ്രഹിപ്പിക്കുന്ന, എനിക്ക് അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഹറാമായ കാര്യങ്ങൾ എന്തെങ്കിലും എന്നോട് ആഗ്രഹം തോന്നുകയാണെങ്കിൽ ഒരു മുഅ്മിൻ എന്താ ആലോചിക്കാൻ? കുറച്ചു കാലം ഒന്ന് കണ്ണടച്ചാൽ, കുറച്ചു നേരം ഒന്ന് ക്ഷമിച്ചാൽ ഇതിനേക്കാൾ എത്രയോ അത്ഭുതകരമായിട്ടുള്ള, ഇതിനേക്കാൾ എത്രയോ ആസ്വാദകരമായിട്ടുള്ള, ഇതിനേക്കാൾ എത്രയോ കൺകുളിർമ നൽകുന്ന കാര്യങ്ങൾ സ്വർഗത്തിലുണ്ട്. അപ്പോൾ ദുനിയാവിലെ സുഖങ്ങൾ കുറച്ചൊഴിവാക്കുക എന്നുള്ളത് നമുക്ക് ലഭിക്കുന്നത് ഒരിക്കലും അവസാനിക്കാതെ എന്നെന്നും നിലനിൽക്കുന്ന സ്വർഗത്തിലെ അനുഗ്രഹങ്ങളാണ്. അപ്പോ ഉറക്കമെന്നുള്ളത് ദുനിയാവിലെ ആസ്വാദനമാണ്, സുഖമാണ്, നല്ല പിന്നെ ശരീരം ആസ്വദിക്കുന്ന ഒരു കാര്യമാണ്, നഫ്സ് കൊതിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതിനെ മറികടന്ന് രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള നമുക്കുള്ള പാതേയം എളുപ്പമാക്കി തരുന്ന കാര്യമാണ്. അടുത്ത അസറ് وحدثنا ابن مخلد قال حدثنا أبو جعفر محمد بن حسان بن فيروز الأزرق قال حدثنا الوليد بن مسلم قال حدثني عبد الرحمن بن يزيد بن جابر قال عبد الرحمن بن يزيد بن جابر رحمه الله أدهم بريان كنا نغازي مع عطاء الخراساني. അത്താ അൽ ഖുറാസാനി എന്ന സലഫുകൾപ്പെട്ട മറ്റൊരു വ്യക്തി, ഇൽമുള്ള സാലിഹായിട്ടുള്ള വ്യക്തിയോടൊപ്പം ഞങ്ങൾ യുദ്ധത്തിനും മറ്റും അല്ലെങ്കിൽ യാത്രയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഫകാന യഹ്യി അൽ-ലൈല സ്വലാതൻ, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം രാത്രിയിൽ നിന്ന് നിസ്കരിക്കാറുള്ള ഒരാളായിരുന്നു. ഫൈദ മർറ മിനൽ ലൈലി സുലുസഹു, അങ്ങനെ രാത്രിയിലെ മൂന്നിലൊന്ന് നീങ്ങിക്കഴിഞ്ഞാൽ, ഉറങ്ങാൻ ഏറ്റവും രാത്രിയിൽ ഉത്തമമായിട്ടുള്ളത് രാത്രിയുടെ ആദ്യത്തെ മൂന്നിലൊന്ന് എന്നാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രീതിയും അങ്ങനെയാണ്. അതുപോലെ തന്നെ എല്ലാ തരത്തിലും ഉത്തമമായിട്ടുള്ള സമയം രാത്രിയുടെ ആദ്യത്തെ 1/3 ഉറങ്ങാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം. അപ്പോ ആ 1/3 കഴിഞ്ഞു കഴിഞ്ഞാൽ ഔ അക്സർ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നാദാന വനഹ്നു ഫീ ഫസാത്തിന, ഞങ്ങൾ ഞങ്ങളുടെ കൂടാരത്തിലായിരിക്കുമ്പോൾ ഈ അതാ അൽ ഖുറാസാനി എന്ത് ചെയ്യും? വിളിക്കും, ഉറക്കെ വിളിച്ചു പറയും. യാ അബ്ദുറഹ്മാൻ ഇബ്നു യസീദ്, ഈ റിവായത്ത് ഉദ്ധരിക്കുന്ന അദ്ദേഹത്തെ വിളിക്കും. വയാ യസീദ് ഇബ്നു യസീദ് വയാ ഹിശാം ഇബ്നുൽ ഗാസ്, മറ്റുള്ള ചില ആളുകളെ കൂടി വിളിക്കും, ഒപ്പമുള്ള ആളുകളെ വിളിക്കും. ഖൂമു ഫതവദ്ദഉ വസല്ലു, എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയും, നിങ്ങൾ എഴുന്നേൽക്കി, നിങ്ങൾ വുളു എടുക്കി, എന്നിട്ട് നിങ്ങൾ നിസ്കരിക്കി. ഫഖിയാമു ഹാദൽ ലൈൽ വസിയാമു ഹാദൻ നഹാർ ഐസറു മിൻ മുഖത്തിആത്തിൽ ഹദീദ് വശറാബിസ് സദീദ്, ഈ രാത്രിയിൽ നിന്ന് നിസ്കരിക്കലും അതുപോലെ തന്നെ പകലിൽ നോമ്പ് നോൽക്കുക എന്നുള്ളതും നാളെ നരകത്തിലെ തീ നിറഞ്ഞ തീ ഭക്ഷിക്കുന്നതിനേക്കാളും അതുപോലെ തന്നെ നരകത്തിന്റെ ചങ്ങലയെക്കാളും നരകത്തിലെ ശിക്ഷയെക്കാളും എളുപ്പമുള്ള ഒരു കാര്യമാണ്. അതായത് ദുനിയാവിൽ നമ്മൾ നോമ്പ് കേൾക്കുമ്പോൾ വിശപ്പ് അനുഭവിക്കേണ്ടി വരും, രാത്രി നിസ്കരിക്കുമ്പോൾ ഉറക്കത്തിന് ക്ഷീണം ഉണ്ടാവും. പക്ഷേ നരകത്തിലെ ശിക്ഷകളെ വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ എളുപ്പമുള്ള കാര്യമാണ്. അൽ വഹാ അൽ വഹാ, വേഗം വേഗം. അന്നജാ അന്നജാ, രക്ഷയിലേക്കുള്ള ഈ മാർഗത്തിലേക്ക് നിങ്ങൾ വരിക. തുമ്മ യുഖ്ബിലു അലാ സലാത്തി, എന്നിട്ട് അദ്ദേഹം നിസ്കാരം ആരംഭിച്ച് നിസ്കരിക്കാൻ തുടങ്ങും. അപ്പൊ നോക്കി സലഫുകളുടെ ഒരു പ്രത്യേകത, അവർ നഫ്ലാണ്, നിർബന്ധമായിട്ടുള്ള ഫർളായ നിസ്കാരത്തിന്റെ വിഷയത്തിലല്ല ഇത് പറയുന്നത്. നഫ്ലായ നിസ്കാരത്തെ പോലും നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ, സ്വർഗത്തിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു കാര്യമായിട്ട് അവർ കണ്ടിരുന്നു. മുൻഗാമികൾ ചിലർ പറഞ്ഞത് കാണാം, നിങ്ങൾ നഫ്ലുകളെ ഫർളുകളെ പോലെ കാണുക, നിങ്ങൾ പാപങ്ങളെ കുഫറിനെ പോലെ കാണുക, നിങ്ങൾ ഷഹ്വത്തുകളെ വിഷത്തെ പോലെ കാണുക. അതായത് എന്താ ഉദ്ദേശം? അത്ര ഗൗരവത്തിൽ ആ വിഷയങ്ങൾ എടുക്കുക. ഇപ്പൊ നഫ്ല് എന്നുള്ളത് നമുക്ക് നഷ്ടപ്പെട്ടാൽ കുഴപ്പമില്ല, ശിക്ഷയൊന്നുമില്ല, അങ്ങനെ ഒരു കാര്യമാണ്. പക്ഷെ അതിന്റെ ഫർള് പോലെ നഷ്ടപ്പെടരുത് എന്ന നിലക്ക് ചെയ്യുക. അതുപോലെ പാപങ്ങളാണ്, ഇസ്തിഗ്ഫാറോ തൗബയോ ചെയ്യാം, അല്ലാതെ കുഫ്രോ ഷിർക്കൊന്നല്ലല്ലോ എന്ന നിലക്ക് കാണാതെ കുഫറിനെ എത്ര ഗൗരവത്തിൽ നമ്മൾ കാണുമോ അത്ര ഗൗരവത്തിൽ ഭയപ്പെടുക. അതുപോലെ ഷഹ്വത്തുകളെ, ഇച്ഛകളെ, അത് ശരീരത്തിലേക്ക് കയറിയാൽ അതിനോട് താല്പര്യമുണ്ടായി കഴിഞ്ഞാൽ അത് ബാധിക്കുന്ന ഒരു വിഷം പോലെ അതിനെ കാണുക. അവിടെ അത്ര ഗൗരവത്തിൽ അതിനെ കാണാറുണ്ടായിരുന്നു. അപ്പോ രാത്രി നിസ്കാരത്തിന്റെ ബുദ്ധിമുട്ടുകളെയും പകലിലെ നോമ്പിന്റെ ക്ഷീണങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അത് ക്ഷമിക്കാൻ അവർ പ്രോത്സാഹിപ്പിക്കുന്നത് നരകത്തിന്റെ ശിക്ഷകളെ കുറിച്ചുള്ള ഓർമ്മകളാണ്. പല സലഫുകളും ധാരാളം അസ്റുകൾ നമ്മൾ പല ദർസുകളിലായിട്ട് പറഞ്ഞിട്ടുള്ള അസ്റുകൾ കാണാം. രാത്രി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്ന സലഫുകൾ ഉണ്ടായിരുന്നു നരകത്തെ കുറിച്ച് ആലോചിച്ച്. അല്ലെങ്കിൽ രാത്രി കിടപ്പറയിലേക്ക് എത്തുമ്പോൾ ധാന്യമണികൾ ചൂടുള്ള ചട്ടിയിലിട്ടാൽ തെറിച്ചു പോകുന്നത് പോലെ കിടക്കയിൽ നിന്ന് അസ്വസ്ഥമായി എഴുന്നേൽക്കുമായിരുന്നു. അപ്പോൾ അവരുടെ ഭാര്യമാർ ചോദിക്കും, എന്താണ്? അപ്പോ നരകത്തെ കുറിച്ചുള്ള ഓർമ്മ എന്റെ ഉറക്കത്തെ ഇല്ലാതാക്കുന്നു എന്ന നിലക്കെല്ലാം സലഫുകൾ പറയാറുണ്ട്. അപ്പോൾ രാത്രി നിസ്കാരത്തിന് പ്രോത്സാഹനം നൽകുന്ന കാര്യങ്ങളാണ്. ഒന്ന്, സ്വർഗത്തിൽ അള്ളാഹു നമുക്ക് ഒരുക്കിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതും നരകത്തിലെ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട് സൽക്കർമ്മങ്ങളിൽ മുന്നേറുക എന്നുള്ള നിലക്കും നമ്മൾ ചെയ്യേണ്ട, ചിന്തിക്കേണ്ട ഗൗരവത്തിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്ത ബാബു ദിക്രി മാ യുസ്തഹബ്ബു അൻ യഫ്അലഹുൽ ഖായിമുൽ മുതഹജ്ജിദ്. തഹജ്ജുദിന് വേണ്ടി അഥവാ രാത്രി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു വ്യക്തി അവൻ ചെയ്യേണ്ട മുസ്തഹബായിട്ടുള്ള കാര്യങ്ങൾ അഥവാ രാത്രി നിസ്കാരത്തിന് എഴുന്നേൽക്കുമ്പോൾ അവൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. قال محمد بن الحسين الآجري رحمه الله: أحب لمن أراد القيام من النوم لتهجد أن يتسوك وأن يتطهر وإن أمكنه أن يتطيب فليفعل ويذكر الله عز وجل ويمجده ويحمده بما كان النبي صلى الله عليه وسلم يذكره ويفعله عند القيام من منامه. അദ്ദേഹം പറയാണ്, അജുരി റഹിമഹുള്ള പറയാൻ, ഞാൻ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ഞാൻ ഉപദേശിക്കുന്ന നിലയ്ക്ക് രാത്രി നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്ന ഒരാൾ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ: ഒന്ന്, അയ്യത്തസവ്വക, സിവാക്ക് ചെയ്യുക, പല്ല് തേക്കുക. രാത്രി നിസ്കരിച്ച് എഴുന്നേൽക്കുമ്പോൾ സിവാക്ക് ചെയ്യുക. ശുദ്ധിയാവുക, അത് വുളു എന്തായാലും നിർബന്ധമായിട്ട് ഉണ്ടാകണം. ഒന്ന് കുളിച്ച് ശുദ്ധിയാവുക എന്നുള്ള അർത്ഥത്തിലാവും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അവന് സുഗന്ധം, അത്തർ എല്ലാം ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് ഉപയോഗിക്കുക. വയദ്കുറുല്ലാഹ അസ്സ വജൽ, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക, അല്ലാഹുവിനെ
പിന്നെ പുകഴ്ത്തുക, അള്ളാഹുവിനെ സ്തുതിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പിന്നെ അദ്ദേഹം പിന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നല്ല വസ്ത്രം ധരിക്കാൻ സാധിക്കുമെങ്കിൽ രാത്രി നിസ്കാരത്തിന് നല്ലൊരു വസ്ത്രവും ധരിക്കുക എന്നുള്ളത്. സലഫുകളിൽ ധാരാളം ആളുകൾ അവർക്ക് രാത്രിയിൽ നിസ്കരിക്കാൻ മാത്രമായിട്ട് ഒരു വസ്ത്രം അവർ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു. അഥവാ അവർക്ക് വില കൂടിയ വസ്ത്രങ്ങളൊക്കെ രാത്രിക്ക് വേണ്ടി മാറ്റിവെച്ചതായിട്ടൊക്കെ അസ്റുകളിൽ കാണാം. സുഫിയാൻ സൗരി റഹിമഹുള്ളയാണെന്ന് എന്റെ ഓർമ്മ. അദ്ദേഹത്തിന് ഒരു നല്ല വില കൂടിയ ഒരു വസ്ത്രം ഒരാൾ ഹദിയായിട്ട് കൊടുത്തു. അദ്ദേഹം അത് എന്തു ചെയ്തു? രാത്രി നിസ്കാരത്തിന് വേണ്ടി മാത്രമാണ് അത് ധരിക്കാറുണ്ടായിരുന്നത്. എന്റെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ധരിക്കാൻ എന്ന നിലക്ക് അദ്ദേഹം മാറ്റിവെക്കാറുണ്ടായിരുന്നു. അപ്പോ രാത്രി നിസ്കാരത്തിന് എഴുന്നേൽക്കുക, ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം എന്താ അറിയോ? നമ്മുടെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അത് എഴുന്നേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഒന്നുകൂടി എളുപ്പമുള്ള കാര്യങ്ങളാണ്. നമ്മുടെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളത്. അതിൽ കിടക്കുന്ന അത്രയും സമയം നമ്മൾ കഴിഞ്ഞ ദർസിലെല്ലാം കഴിഞ്ഞ ബാബുകളിൽ സൂചിപ്പിച്ചതുപോലെ പിശാച് രാത്രി ഇനി സമയമുണ്ട്, ഉറങ്ങിക്കോളും നമുക്കൊക്കെ അനുഭവമുള്ളതായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രിയിൽ നമ്മൾ ഒരു കണ്ണുറക്കുന്ന സമയം ഉണ്ടാവും. നമ്മൾ ഫോണിലോ മറ്റോ സമയം നോക്കുമ്പോൾ ചിലപ്പോൾ 2:30, 3 മണി, അല്ലെങ്കിൽ ഓരോ ആളുകൾ ഓരോ വ്യത്യസ്തമായിരിക്കും. ഉറക്കം മതിയായിട്ടുണ്ടാവും. സത്യത്തിൽ നമുക്ക് അറിയുന്നുണ്ടാവും, എനിക്ക് ഉറക്കം മതിയായിട്ടുണ്ട്, എനിക്ക് ഉറക്കത്തിന്റെ ക്ഷീണമല്ല, മതിയായിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്തിനാ എത്ര നേരത്തെ എഴുന്നേൽക്കുന്നത്? ഫജറിന് ഇനിയും സമയമുണ്ടല്ലോ, കുറച്ച് ഉറങ്ങിയാൽ മതിയല്ലോ എന്നുള്ള ശൈത്താന്റെ ഒരു തോന്നിക്കലുണ്ടാവും. നമുക്ക് എല്ലാവർക്കും അനുഭവം ഉള്ളതാണ്. ഇനി സമയമുണ്ട്, രാത്രി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ആ സമയത്ത് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെ ഫജറിന് സമയം ഉണ്ടെങ്കിൽ ഉറങ്ങുന്നല്ല, ഖുർആൻ ഓതുകയോ ദിക്ർ ചെയ്യുകയോ, ഇനി വീണ്ടും ഉറങ്ങിയാലും എന്താണ്? ആ നിസ്കാരം കിട്ടി, രാത്രി നിസ്കാരത്തിന് കിട്ടി. അപ്പൊ എഴുന്നേൽക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ കാര്യം നമ്മൾ കിടക്കുന്ന ആ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്ന കാര്യങ്ങളായിട്ട് തന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ. രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള ദിക്റുകൾ, അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ, അതുപോലെ മറ്റുള്ള ദിക്റുകൾ, അതുപോലെ തന്നെ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, സൂറത്ത് ആലി ഇംറാനിലെ അവസാനത്തെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തതാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ഒന്ന് തടവാറുണ്ടായിരുന്നു, ആ ഉറക്കത്തിന്റെ ആ ക്ഷീണം ഒന്ന്, ആ ഒരു അവസ്ഥ ഒന്ന് നീങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തഹ്മീദുകളും തസ്ബീഹുകളും തക്ബീറുകളും അതുപോലെയുള്ള ദിക്റുകൾ, നമ്മൾ കഴിഞ്ഞ സൂചിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് തുടങ്ങുന്ന ആ ദിക്ർ, അള്ളാഹുവിനെ ദിക്റുകൾ ധാരാളമായിട്ട് ചെല്ലുക എന്നുള്ളത്, ആ സമയത്ത് അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക, പുകഴ്ത്തുക എന്നുള്ളത് നമുക്ക് നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ വലിയൊരു പ്രചോദനം അതിലൂടെ നമുക്ക് ലഭിക്കും. അതുപോലെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ബാബിൽ പറയുന്നത്. എന്നിട്ട് പറയാണ് വയഹ്ഫളുഹു ഫഇന്നഹു ബാബുൻ ശരീഫുൻ ഹസനുൻ ലിമൻ വഫഖഹു അല്ലാഹു അസ്സ വജൽ യസീറുൻ അലാ മൻ യസ്സറഹു അല്ലാഹു ലഹു. അള്ളാഹു എളുപ്പമാക്കിയവന് ഏറ്റവും എളുപ്പമാകുന്ന, അള്ളാഹു തൗഫീഖ് നൽകിയവന് ലഭിക്കുന്ന മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെയുള്ള ഈ കാര്യങ്ങൾ ചെയ്ത് രാത്രി നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ സാധിക്കുക. അപ്പൊ രാത്രി അള്ളാഹിനെ ഓർക്കുക എന്നുള്ളത് ഉറക്കത്തിൽ നിന്ന് ഉയരാനുള്ള ഏറ്റവും വലിയ പ്രചോദനം അതായിരിക്കും. എന്നിട്ട് ഈ ബാബിലെ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ ബാബിലെ പിന്നെ أثرقل حديثقل حدثنا أبو محمد يحيى بن محمد بن ساعد قال حدثنا عبد الجبار بن العلاء وأبو عبيد الله المخزومي وإبراهيم بن سعد الجوهري والحسن بن الصباح وغيرهم واللفظ لعبد الجبار قال حدثنا سفيان بن عيينة قال حدثنا عاصم الأحول عن طاووس عن ابن عباس رضي الله عنهما قال كان رسول الله صلى الله عليه وسلم إذا قام من الليل يتهجد قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദിന് വേണ്ടി രാത്രി നിസ്കരിച്ചു കഴിഞ്ഞാൽ പറയാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ദുആ ആണ്. ഈ ദുആ ഇസ്തിഫ്താഹിന്റെ അഥവാ രാത്രി നിസ്കാരത്തിലെ ദുആകളിൽ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാരംഭ പ്രാർത്ഥനയായിട്ട് ചൊല്ലിയിരുന്നതായിട്ടാണ് കൂടുതൽ റിവായത്തുകളും വന്നിട്ടുള്ളത്. പല ലഫ്ളുകളിൽ ചില വ്യത്യാസത്തിൽ ഈ ദുആ വന്നിട്ടുണ്ടാകും. ഈ ദുആ മാത്രമായിട്ട് നാം ഒരിക്കൽ ഇവിടെ വെച്ചിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ദുആ ആണ്. ഈ കിതാബിൽ കൊടുത്തിട്ടുള്ള റിവായത്ത് വായിക്കുകയാണ്, കാരണം ധാരാളം റിവായത്തിൽ ഈ ദുആ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത നൂറുസ് സമാവാതി വൽ അർദ് വമൻ ഫീഹിൻ. അല്ലാഹുവേ, നിനക്കാണ് എല്ലാവിധ സ്തുതിയും, നീ ആകാശഭൂമികളുടെയും അതിനകത്തുള്ളതിന്റെയും പ്രകാശമാണ്, നൂറാണ്. വലക്കൽ ഹംദു അൻത ഖയ്യിമുസ് സമാവാതി വൽ അർദ് വമൻ ബൈനഹുൻ. നിനക്കാണ് എല്ലാവിധ സ്തുതിയും, നീയാണ് ആകാശഭൂമികളുടെയും അതിന്റെ ഇടയിലുള്ളതിനെയും ഖയ്യിം, നിയന്ത്രിക്കുന്നവൻ. വലക്കൽ ഹംദ് അൻതൽ ഹഖ്. ഇതിന്റെ ചില റിവായത്തിൽ വലക്കൽ ഹംദ് അൻത മലിക്കുസ് സമാവാതി വൽ അർദ് വലക മുൽക്കുസ് സമാവാതി വൽ അർദ് എന്നെല്ലാം ഉണ്ട്.
വലക്കൽ ഹംദ്, നിനക്കാണ് സർവസ്തുതിയും, അൻതൽ ഹഖ്, നീ ഹഖാണ്. വലിഖാഉക ഹഖ്ഖുൻ, നിന്നെ കണ്ടുമുട്ടുമെന്നുള്ളതും ഹഖാണ്, സത്യമാണ്. വമുഹമ്മദുൻ ഹഖ്ഖുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ നബിയാണെന്നുള്ളത് ഹഖാണ്. ഇതിന്റെ ചില റിവായത്തുകളിൽ അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ വനബിയ്യുൻ ഹഖ്ഖുൻ വസാഅത്തുൻ ഹഖ്ഖുൻ എന്നെല്ലാം ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഈ കിതാബിൽ ഒന്നും കൊടുത്തിട്ടില്ല. അല്ലാഹുമ്മ ബിക ആമൻതു, അല്ലാഹുവേ നിന്നെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. വലക അസ്ലംതു, നിനക്ക് ഞാൻ കീഴൊതുങ്ങുന്നു. വഅലൈക തവക്കൽതു, നിന്റെ മേൽ ഞാൻ ബരമേൽപ്പിക്കുന്നു. വഇലൈക അനബ്തു, നിന്നിലേക്ക് ഞാൻ പശ്ചാത്തപിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് മടങ്ങുന്നു. വബിക ഖാസംതു, നിന്നെ കൊണ്ടാണ്, നിന്റെ ദീന്റെ വിഷയത്തിലാണ് ഞാൻ തർക്കിക്കുന്നത്. വഇലൈക ഹാകംതു, നിന്നിലേക്കാണ് ഞാൻ വിധി തേടുന്നത്. ഫഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു, എന്റെ പാപങ്ങൾ നീ പുറത്തു തരണം, എനിക്ക് കഴിഞ്ഞു പോയതും പിന്നീട് വന്നിട്ടുള്ളതും. വമാ അസ്ററതു വമാ അലൻതു, ഞാൻ രഹസ്യമായി ചെയ്തതും ഞാൻ പരസ്യമായി ചെയ്തതും. അൻതൽ മുഖദ്ദിമു അൻതൽ മുഅഖിർ, നീയാണ് ഒരു ആദ്യമുള്ളവനും അവസാനവും. വലാ ഇലാഹ ഗൈറുക, നീ അല്ലാതെ ഒരു ഇലാഹുമില്ല. ഇതിൽ വേറെയും ചില ലഫ്ളുകൾ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ ഈ ദുആ, ഇതിൽ ദീനിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാവിധ വിശ്വാസ പാഠങ്ങളും ഉൾക്കൊള്ളുന്ന മഹത്തായിട്ടുള്ള ഒരു ദുആ ആണിത്. ഇതിൽ ഓരോന്നും വിശദീകരിച്ചാൽ നാം പറഞ്ഞല്ലോ, ദർശനം നമ്മൾ എടുക്കേണ്ടായി, 1 മണിക്കൂറിന്റെ അടുത്തുള്ള ദർശനം ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അത് കേൾക്കാത്തവർ അത് കേട്ടാൽ കൂടുതൽ ഈ ദുആനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഈ ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കാരത്തിലെ ഇസ്തിഫ്താഹിന്റെ ദുആ ആയിട്ട് ചൊല്ലാറുണ്ടായിരുന്നു. അജുരി റഹിമഹുല്ലാഹ് പറയാണ്, ഖാല മുഹമ്മദ് ഇബ്നുൽ ഹുസൈൻ അൽ അജുരി റഹിമഹുല്ലാഹ്, ينبغي لمن كان له حظ من قيام الليل أن يحفظ هذا, രാത്രി നിസ്കരിക്കുന്ന ആളുകൾ, അതിന് തൗഫീഖ് ലഭിക്കുന്ന ആളുകൾ ഇത് ഹിഫ്ളാക്കേണ്ടതാണ്, ഇത് പഠിക്കേണ്ടതാണ്. വഇന്നമാ അഹസ്സുഹു അലാ ഹിഫ്ളിഹി ലിയസ്തഅമലഹു, ഇതെന്തിനാണ് ഹിഫ്ളാക്കുന്നത്? അതനുസരിച്ച് പ്രവർത്തിക്കാനാണ്. വകദാ യംബഗി ലികുല്ലി മുസ്ലിമിൻ അൻ യഹ്ഫളഹു മിമ്മൻ ലാ ഹദ്ദ ലഹു ഫീ ഖിയാമിൽ ലൈൽ, ഇനി രാത്രി നിസ്കരിക്കാൻ സാധിക്കാത്ത ഒരാളാണെങ്കിലും എല്ലാ മുസ്ലിമും ഈ ദുആ പഠിക്കേണ്ടതാണ്. ഫയദ്ഉ ബിഹി റജാഅ അൻ യുവഫിഖഹു മൗലാഹുൽ കരീം ലിഖിയാമിൽ ലൈൽ ഇൻഷാ അല്ലാഹു തആല. രാത്രി നിസ്കരിക്കാൻ സാധിക്കാത്ത ആളുകളും ഇത് പഠിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. എന്ത് പ്രതീക്ഷിച്ചിട്ട്? രാത്രി നിസ്കാരത്തിന് അള്ളാഹു തൗഫീഖ് നൽകും എന്നുള്ള പ്രതീക്ഷയിൽ അവന് ദുആ പഠിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്ന് പറയാം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ച് നോക്കി, നമ്മൾ അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന സമയത്ത്, നമ്മുടെ മനസ്സ് ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിന് മുമ്പിൽ നിന്ന് ഇതിലെ ഓരോ വാചകങ്ങളും അർത്ഥമറിഞ്ഞ് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും നല്ലൊരു അവസ്ഥ. അതുകൊണ്ടാണ് ഈ ദുആഇന്റെ അത്രയും മഹത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ദുആ ചൊല്ലിക്കൊണ്ടാണ് രാത്രി നിസ്കാരം ആരംഭിക്കാറുണ്ടായിരുന്നത് എന്ന് കാണാം. ഇനി ഇത് പരാമർശിക്കാത്ത 1-2 വിഷയങ്ങൾ. രാത്രി നിസ്കാരം ആരംഭിക്കുമ്പോൾ ചെറുതായിട്ടുള്ള 2 റക്അത്ത് കൊണ്ട് ആരംഭിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയായിരുന്നു. അതായത് ആദ്യം തന്നെ സുദീർഘമായിട്ടുള്ള ആയത്തുകൾ പാരായണം ചെയ്ത് റുക്കൂ വർദ്ധിപ്പിച്ച് സുജൂദ് വർദ്ധിപ്പിക്കാതെ ശരീരത്തിന് ഒരു ഉന്മേഷമാകാൻ വേണ്ടി 2 റക്അത്ത് ലഘുവായിട്ട് നിസ്കരിക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതിയായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുപോലെ ഇത് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൽ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത أثر حدثنا في ريابي أجري رحمه الله بريان قال حدثنا في ريابي قال حدثنا أبو بكر بن أبي شيبة قال حدثنا هشيم بن بشير قال حدثنا حسين عن أبي وائل عن حذيفة رضي الله عنه قال كان رسول الله صلى الله عليه وسلم إذا قام لتهجد يشوص فاه بالسواك. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവിടുന്ന് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? സിവാക്ക് ഉപയോഗിക്കാറുണ്ടായിരുന്നു, പല്ല് തേക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. അത് സിവാക്ക് ഉപയോഗിക്കുക എന്നുള്ളത് ഉന്മേഷം ലഭിക്കാനും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരമുള്ള കാര്യമാണ്. അത് ബ്രഷ് ചെയ്യുകയാണെങ്കിലും ഉപകാരമുണ്ടാകും. ഏറ്റവും ഉത്തമം അറാഖിന്റെ കൊള്ളികൾ ഉപയോഗിക്കുന്നതാണ്. അതല്ലാതെ സിവാക്കിന് ഉപയോഗിക്കുന്ന മറ്റുള്ള കൊള്ളികളുമുണ്ട്. ബ്രഷ്, നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ബ്രഷും ആ ഒരു ഉപകാരം ലഭിക്കുന്നത് തന്നെയാണ്. പക്ഷേ അറാഖിന് പ്രത്യേകമായിട്ട് ഉന്മേഷത്തിനും അതുപോലെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഗുണം ചെയ്യുമെന്ന്
പിന്നെ തിബിന്റെ ഉലമാക്കൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് എല്ലാം സൂചിപ്പിച്ചതായി കാണാം. ഇതേ അർത്ഥത്തിൽ വേറെ ഒന്ന് രണ്ട് ഹദീസ് കൊടുത്തിട്ടുണ്ട്, അത് വീണ്ടും ആവർത്തിച്ച് വായിക്കുന്നില്ല. അടുത്തൊരു ഹദീസ്, ഹദ്ദസനാ അൽ-ഫിദിയാബി ഖാല ഹദ്ദസനാ ഹബീബ് ഇബ്നു സഈദ് ഖാല ഹദ്ദസനാ സുഫിയാൻ ഇബ്നു ഉയൈന അനിൽ ഹസൻ ഇബ്നു അബ്ദുല്ലാഹ് അൻ-നഖഈ عن سعد بن عبيدة عن أبي عبد الرحمن السلمي عن علي رضي الله عنه كان يحث عليه ويأمر به يعني السواك وقال علي رضي الله عنه സിവാക്കിനെ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയാറുണ്ടായിരുന്നു. എന്നിട്ട് പറയാറുണ്ട്, ഇന്നർ റജുല ഇദാ ഖാമ യുസല്ലി, ഒരു ആൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത്, നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, ദന അൽ മലക്കു മിൻഹു, അവന്റെ അടുക്കലേക്ക് ഒരു മലക്ക് വരും, അവന്റെ അടുക്കലേക്ക് മലക്ക് വരും. ഫയസ്തമിഉൽ ഖുർആന ഫമാ യസാലു യദ്നു, അങ്ങനെ ഖുർആൻ കേൾക്കും, നിസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന ഖുർആൻ കേൾക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അവനോട് അടുക്കും. ഹത്താ യൽഉ ഫാഹു അലാ ഫീഹി, അങ്ങനെ ആ മലക്കിന്റെ വായ ഇവന്റെ വായയോട് ചേർത്ത് വെക്കുന്നവരെ. ഫമാ യൽഫദു മിൻ ആയത്തിൻ ഇല്ലാ ദഖലത് ജൗഫഹു, അങ്ങനെ ഈ അടിമ നിസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന ഖുർആനിന്റെ വാക്കുകൾ, ഖുർആനിന്റെ വാചകങ്ങൾ, ആയത്തുകൾ, അത് ആ മലക്കിന്റെ ഉള്ളിലേക്ക് നേരിട്ട് എത്തുന്നത് പോലെ ആ മലക്ക് അവനോട് അടുത്ത് നിൽക്കുന്ന അവസ്ഥയുണ്ടാകും എന്ന് കാണാം. ഇത് സിവാക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഹദീസാണ്. ഇതിന്റെ വേറെ റിവായത്തിൽ വഹദ്ദസനാ الفديابي قال حدثنا عثمان بن أبي شيبة قال حدثنا جدير ووقيع عن الأعمش عن سعد بن عبيدة عن أبي عبد الرحمن السلمي عن علي بن أبي طالب رضي الله عنه قال إذا قام أحدكم من الليل فليتسوك, നിങ്ങളിൽ ആരെങ്കിലും രാത്രി നിസ്കരിക്കാൻ നിൽക്കുകയാണെങ്കിൽ അവൻ സിവാക്ക് ഉപയോഗിക്കട്ടെ, പല്ല് തേക്കട്ടെ, ദന്തശുദ്ധീകരണം നടത്തട്ടെ. ഫൈന്നഹു ഇദാ ഖറഅൽ ഖുർആൻ ദനാ അൽ മലകു മിൻഹു, അവൻ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ അവന്റെ അടുക്കലേക്ക് ഒരു മലക്ക് അടുക്കും. ثم لم يزل يدنو حتى يضع فاه على فيه, അങ്ങനെ മലക്കിന്റെ വായ ഇവന്റെ വായയോട് ചേർത്ത് വെക്കുന്നത് വരെ അടുക്കുന്നതാണ് എന്ന് കാണാം. അപ്പോ മലക്കുകൾ ദുർഗന്ധം എന്നുള്ളത് ഇഷ്ടപ്പെടാത്ത ആണ് മലക്കുകൾ എന്നുള്ളത്, അവർക്ക് സുഗന്ധമാണ് അവർ കൂടുതൽ ഇഷ്ടമുള്ളത്. അപ്പോ പിന്നെ നമുക്കറിയാം, ഉറക്കത്തിൽ എഴുന്നേൽക്കുമ്പോൾ വായിൽ നിന്ന് ദുർഗന്ധമെല്ലാം ഉണ്ടാവുക എന്നുള്ളതെല്ലാം പിന്നെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ സിവാക്ക് ചെയ്യുക എന്ന് ഒരു ഉന്മേഷം ഉണ്ടാവും രാത്രി നിസ്കാരത്തിന്. അപ്പൊ ഇതെല്ലാം പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, രാത്രി നിസ്കരിക്കുക എന്നുള്ളത് ചിലപ്പോൾ ഒരു ഭാരമായി മാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ്. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുക, ആ എഴുന്നേൽക്കാൻ അള്ളാഹുവിനെ കുറിച്ച് ധാരാളം ദിക്ർ ചെയ്യുക. വെറുതെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അങ്ങനെ ദിക്ർ വർദ്ധിപ്പിക്കുക. അതുപോലെ സൂറത്ത് ആലി ഇംറാനിന്റെ അവസാനത്തെ ആയത്തുകൾ പാരായണം ചെയ്യുക. അപ്പൊ നമുക്ക് എഴുന്നേൽക്കൽ എളുപ്പമാകും. എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് പല്ല് തേക്കുക, അത് നമുക്ക് ഉന്മേഷം കിട്ടും. വുളു എടുക്കുക, അല്ലെങ്കിൽ കുളിക്കണമെങ്കിൽ കുളിക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിലേക്കൊരു ഉന്മേഷം ഉണ്ടാക്കിയെടുത്താൽ പിന്നെ നമുക്ക് നിസ്കാരം എന്നുള്ളത് എളുപ്പമായി വരികയാണ്. പിന്നെ നിസ്കാരം എന്നുള്ള കാര്യം എളുപ്പമായിട്ട് വരികയാണ്. അത് ഒരു ദിവസം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ദിവസത്തേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ രാത്രി തന്നെ നമ്മൾ എഴുന്നേൽപ്പിക്കുന്നതാണ്. നഫ്സ് അങ്ങനെയാണ്, നമ്മൾ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അത് അതിലേക്ക് കൂടുതൽ താല്പര്യം കാണിക്കുന്ന അവസ്ഥയുണ്ടാവും. അതുപോലെ തന്നെ സലഫുകൾ അവർ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യമാണ് രാത്രി നിസ്കാരത്തിന് നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക, സുഗന്ധം ഉപയോഗിക്കുക എന്നീ കാര്യങ്ങളെല്ലാം അവർ ഇഷ്ടപ്പെട്ടതായിട്ട് കാണാം. ഇനി കിതാബിലെ അവസാനത്തെ ബാബ്, ബാബു സ്വലാത്തി ബൈനൽ മഗ്രിബി വൽ ഇശാ, മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള നിസ്കാരം അഥവാ രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ട് അജൂർ റഹിമഹുല്ലാഹ് ഈ കിതാബിൽ അവസാനത്തിൽ കൊടുക്കുന്നതാണ് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ സുന്നത്ത് നിസ്കരിക്കുന്നത്. അത് രാത്രിയുടെ ആരംഭം മഗ്രിബ് മുതലാണ്. അപ്പൊ അത് രാത്രി നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ തന്നെ ചില സഹാബികൾ എണ്ണിയതായി, സലഫുകളിൽ ചിലർ എണ്ണിയതായിട്ട് കാണാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഖാല മുഹമ്മദ് ബിൻ ഹുസൈൻ അൽ അജൂരി റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയുന്നു, വഉഹിബ്ബു അയ്യുദീമ അർറജുലു അലാ സ്വലാത്തി ഫീമാ ബൈനൽ മഗ്രിബി വൽ ഇശാ ഫഇന്നഹു യുഖാൽ ഇന്നഹാ നാശിഅത്തുൽ ലൈലി നാശിഅത്തുൽ ലൈലി അല്ലദീ ദക്കറല്ലാഹ്. ഇത് ആ ഭാഗം കൊടുത്തിട്ടില്ല, ഇതിനെ വിശദീകരിക്കുന്ന ഉലമാക്കൾ പറഞ്ഞതാണ്. അല്ലദീ ദക്കറല്ലാഹു അസ്സ വജല്ല ഫിൽ ഖുർആൻ. അദ്ദേഹം പറയാണ്, ഞാൻ
പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിക്കുക എന്നുള്ളത്. കാരണം ഖുർആനിൽ നാശിഅത്തുൽ ലൈൽ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ഈ നിസ്കാരത്തെ പറ്റിയാണ്. വഖദ് ഖീല ഫീ ഖൗലിഹി അസ്സ വജൽ, അതുകൊണ്ട് തന്നെ ഈ ആയത്തിനെ പറ്റിയിട്ട് തതജാഫാ ജുനൂബുഹും അനിൽ മവാജി എന്നുള്ള ആയത്തിന് കിടക്കുന്നതിൽ നിന്ന് അവരുടെ പാർശ്വങ്ങൾ ഉയരും എന്നുള്ള ആയത്തിന്റെ തഫ്സീറുകളിൽ ഖീല അത് പറയപ്പെടുന്നു അസ്സലാത്തു ബൈനൽ മഗ്രിബി വൽ ഇശാഇൽ ആഖിറ, ഇത് ഉദ്ദേശം മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള നിസ്കാരമാണ് എന്ന്. എന്നിട്ട് പറയാണ് ഫമൻ അഹ്യാ മാ ബൈനഹുമാ ഫഹദ്ദുഹു അൽ വാഫിർ അത്യബ് ഇൻഷാ അല്ലാഹ്, ആ സമയത്ത് നിസ്കരിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമാണ്. വമൻ സല്ല സിത്ത റക്അാത്തിൻ ഫഹസനുൻ ജമീലുൻ വമൻ സല്ല അർബ റക്അാത്തിൻ ഫഫീഹാ ബാലുൻ, ആരെങ്കിലും 6 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ മഗ്രിബിന്റെയും ഇശാഇന്റെയും നിസ്കരിക്കുന്നത് നല്ലതാണ്, 4 ആണെങ്കിലും നല്ലതാണ്. ഇത് ഇദ്ദേഹം പറയാനുള്ള കാരണം വഈഫായ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദുർബലമായ ഒരു റിപ്പോർട്ടിൽ മഗ്രിബിന്റെയും ഇശാഇന്റെ ഇടയിൽ 6 റക്അത്ത് നിസ്കരിക്കുക എന്ന് വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ കാര്യമാക്കണ്ട. അടുത്തത് ثم احب لمن صلى على هذا النعت, അജുരി റഹിമഹുല്ലാ പറയാണ്. ഇനി ആരെങ്കിലും അതിനു മുമ്പ് ഈ വിഷയം നമുക്കൊന്ന് പറയാം. എന്താണ് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള ഈ സുന്നത്തായ നിസ്കാരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഹദീസുകൾ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം അഹ്മദ് എല്ലാം ഉദ്ധരിച്ചിട്ടുള്ള അൽബാനി സഹീഹ് ആക്കിയിട്ടുള്ള ഹദീസാണ്. അതിൽ അദ്ദേഹം പറയുന്നു ജിഅ്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലൈതു മഅഹു അൽ മഗ്രിബ. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മഗ്രിബ് നിസ്കാരം നിർവഹിച്ചു. ഫലമ്മാ ഖവ സ്വലാത ഖാമ യുസല്ലി, അങ്ങനെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി. ഫലം യസൽ യുസല്ലി ഹത്താ സ്വല്ലൽ ഇശാ, അങ്ങനെ ഇശാ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കരിച്ചുകൊണ്ടേ ഇരുന്നു എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാൻ സാധിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വഹാബികൾ ചിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അംർ, സൽമാൻ അൽ ഫാരിസി, ഇബ്നു ഉമർ, അനസ് ഇബ്നു മാലിക് എന്നീ സ്വഹാബികൾ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? അവർ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലും 2 റക്അത്തായിട്ട് നിസ്കരിച്ചത് കാണാം. അതുപോലെ താബീങ്ങളിലും അൽ അസ്വദ് ഇബ്നു യസീദ്, അബൂ ഉസ്മാൻ അൻ-നഹ്ദി, ഇബ്നു അബി മുലൈക, സഈദ് ഇബ്നു ജുബൈർ, മുഹമ്മദ് ഇബ്നു മുൻകദിർ, അങ്ങനെ തുടങ്ങി ധാരാളം താബീങ്ങളും ഈ ഒരു കാര്യം ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു എന്നൊരു ഹദീസ് വന്നിട്ടുണ്ട്. പക്ഷെ സ്ഥിരമായി ചെയ്തിരുന്നു എന്നുള്ളതിന് തെളിവുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ ഇടയ്ക്കൊക്കെ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഇശാ വരെ 2 റക്അത്തായി നിസ്കരിക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള ഒരു കാര്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഹദീസ്. ഇനി ഈ വിഷയമായിട്ട് അജുരി റഹിമഹുല്ലാ പറയുന്ന വാക്കുകൾ, ആർക്കെങ്കിലും ഈ നിസ്കാരം അങ്ങനെ നിസ്കരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അയ്യതഫക്കറ ഫീമാ ഇക്തസബഹു ഫീ യൗമിഹി അല്ലദീ മളാ അൻഹു, ആ നിസ്കാരത്തിൽ അവൻ ഉറ്റാലോചിക്കട്ടെ, അഥവാ നിസ്കാരത്തിന്റെ ആ സമയത്ത് അവൻ ഉറ്റാലോചിക്കട്ടെ അന്നത്തെ ദിവസം എങ്ങനെയാണ് അവന് കടന്നുപോയത്. ഫൈൻ കാന ഫറത ഫീമാ ലാ യൻബഗി അൻ യുഫർരിത അൻ യസ്തഗ്ഫിറ അല്ലാഹു അസ്സ വജല്ല വയതൂബു ഇലൈഹി മിൻഹു, അവൻ എന്തെങ്കിലും അതിര് കവിഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, തിന്മകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവനിനി അത് ആവർത്തിക്കാതിരിക്കാനും അതിൽ നിന്ന് ഇസ്തിഗ്ഫാർ ചെയ്യാനും തൗബ ചെയ്യാനും അവൻ തീരുമാനിക്കട്ടെ. വയഅതഖിദു അൻ ലാ യഊദ ഇലാ മാ യക്റഹു മൗലാഹുൽ കരീം, അള്ളാഹുവിന് വെറുക്കുന്ന കാര്യങ്ങളിലേക്ക് ഇനി മടങ്ങില്ല എന്നവൻ ദൃഢമായി ഉറപ്പിക്കട്ടെ. ഹാദാ വാജിബുൻ അലൈഹി, അത് അവന്റെ മേലെ നിർബന്ധമാണ്. വയൻദുറു ഫീമാ ഇക്തസബഹു മിൻ കുല്ലി ഖൈറിൻ അമിലഹു ഫൽയുൽസിം നഫ്സഹു അശ്ശുക്ര ലില്ലാഹി അസ്സ വജല്ല വയതൂബു ഇലൈഹി മിൻഹു വയഅതഖിദു അലാ മാ വഫഖഹു ലിദാലിക്കൽ ഖൈർ. ഇനി ഒരാൾക്ക് അവൻ സ്വന്തം പരിശോധിക്കുമ്പോൾ അന്ന് നന്മകളാണ് ചെയ്യാൻ സാധിച്ചത് എങ്കിൽ അതിന് അള്ളാഹുവിന് നന്ദി എന്നോണം അവൻ അതിന് പിന്നെ കൂടുതൽ തൗബ ചെയ്ത് നന്മകൾ ചെയ്തിട്ട് അതിനെ നിലനിർത്തട്ടെ. വയസ്അലുഹു സിയാദത മിൻഹു, അള്ളാഹുവിന് അത് അധികമായിട്ട് ഇനിയും ചെയ്യാൻ അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിക്കട്ടെ. വൽ മഊനത അലാ ശുക്രിഹി, അള്ളാഹുവിന് നന്ദി കാണിക്കാനുള്ള സഹായം ചോദിക്കട്ടെ. ഫഇന്നഹു ഖരീബുൻ മുജീബുൻ ലിമൻ ദഅാഹു വഖബല അലൈഹി വമുതഅദ്ദിഫുൻ അലാ മൻ അദ്ബറ അൻഹു, അള്ളാഹു ദുആ ചെയ്യുന്നവർ ഉത്തരം സ്വീകരിക്കുന്ന എടുത്തുള്ളവനാണ്, അതുപോലെ തന്നെ അവന് പിന്തിരിയുന്നവനോട് തിരിച്ചു വരാനുള്ള ഒരു അനുകമ്പ കാണിക്കുന്നവനുമാണ് എന്ന് പറയാം. അപ്പോൾ ഇത് പറഞ്ഞത് രാത്രിയുടെ അവസാനത്തിന്റെ ഭാഗമാണ് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള സമയം. അതുകൊണ്ട് തന്നെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലും സഹാബികൾ, പ്രത്യേകിച്ച് ഇബ്നു മസ്ഊദ്, അനസ് ഇബ്നു മാലിക് എന്നീ സഹാബികൾ ആ സമയത്തെ രാത്രി നിസ്കാരത്തിന്റെ കൂട്ടത്തിലായിട്ട് എണ്ണിക്കൊണ്ട് നിസ്കരിക്കാറുണ്ടായിരുന്നു. താബിഈങ്ങളിലും സലഫുകളിലും പലരും അത് ചെയ്യാറുണ്ടായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് അസറുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. حدثنا ابن ساعد قال حدثنا الحسين بن الحسن المروزي قال حدثنا عبد الله بن المبارك قال حدثنا سفيان الثوري عن عامر بن عبد الرحمن بن الأسود عن أبيه قال അബ്ദുറഹ്മാൻ ഇബ്നു അസ്വദ് അദ്ദേഹത്തിന്റെ ഉപ്പയിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, മാ അതൈതു അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് ഫി തിൽക الساعة ഇല്ലാ വജദ്തുഹു യുസല്ലി. ഞാൻ ഈ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള സമയത്ത് അബ്ദുല്ലാഹ് മസ്ഊദ് റളിയല്ലാഹു കാണുമ്പോഴൊക്കെ അദ്ദേഹം നിസ്കരിക്കുന്നവനായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഫഖുൽതു ലഹു ഫീ ദാലിക്, ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഫഖാല, അദ്ദേഹം പറഞ്ഞു, നിഅമ സഅത്തുൽ ഖിബ്ല യഅനി മാ ബൈനൽ മഗ്രിബ് വൽ ഇശാ, അഥവാ ഖിബ്ലയിലേക്ക് നിന്ന് നിസ്കരിക്കാനുള്ള വളരെ നല്ലൊരു സമയമാണ് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ബന്ധപ്പെട്ടിട്ടുള്ളത്, قال وحدثنا ابو محمد بن سعيد قال حدثنا الحسين بن الحسن المروزي قال حدثنا ابن المبارك قال اخبرنا عمارة بن زاذان عن ثابت البناني قال كان أنس بن مالك يصلي ما بين المغرب والعشاء ويقول هذه ناشئة الليل. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മഗ്രിബിന്റെയും ഇശാഇന്റെ ഇടയിൽ 2 റക്അത്തായിട്ട് സുന്നത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു. ഇതാണ് നാശിഅത്തുൽ ലൈൽ, രാത്രിയുടെ ആ പ്രത്യേകമായിട്ടുള്ള ഉണർവായിട്ടുള്ള നിസ്കാരം എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ വിഷയം അങ്ങനെയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുണ്ട്, എന്നാൽ സ്ഥിരമായി നിസ്കരിച്ചു എന്നതിന് തെളിവുകളില്ല. സ്വഹാബികളും താബിഈങ്ങളിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ധാരാളം ആളുകൾ ചെയ്തു വന്നിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്കൊക്കെ മഗ്രിബ് മുതൽ ഇശാ വരെ തുടർച്ചയായി നിസ്കരിക്കുക എന്നുള്ളത് സുന്നത്തായിട്ടുള്ള ഒരു കാര്യമായി വന്നിട്ടുണ്ട്. وحدثنا أبو محمد بن ساعد أيضا قال حدثنا الحسين بن الحسن قال حدثنا ابن المبارك قال حدثنا سعيد بن أبي أيوب قال حدثنا زهرة بن معبد عن أبي عبد الرحمن الحبلي قال سلفك بتا أبو عبد الرحمن الحبلي رحمه الله അദ്ദേഹം പറയാണ്, إذا صليت المغرب فقم فصلي صلاة رجل لا يريد أن يصلي تلك الليلة. നീ മഗ്രിബ് നിസ്കരിച്ചു കഴിഞ്ഞാൽ നീ അന്ന് രാത്രി നിസ്കരിക്കാൻ ഉദ്ദേശിക്കാത്ത ഒരാളെ പോലെ നീ നിസ്കരിക്കുക, അഥവാ സുദീർഘമായി നിസ്കരിക്കുക. ഫൈൻ റുസിഖ്ത മിനൽ ലൈലി ഖിയാമൻ കാന ഖൈറൻ റുസിഖ്തഹു. നീ അതിനുശേഷം രാത്രിയിൽ നിനക്ക് നിസ്കരിക്കാൻ, എഴുന്നേറ്റ് നിസ്കരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുകയാണെങ്കിൽ അത് നല്ലൊരു തൗഫീഖാണ്, നല്ലൊരു റിസ്ക് നിനക്ക് കിട്ടിയിട്ടുണ്ട്. വഇല്ലം തുർസഖ് ഖിയാമൻ കുൻത ഖദ് ഖുംത അവ്വലൽ ലൈൽ. നീ നിനക്ക് അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ രാത്രിയുടെ ആദ്യത്തിൽ നിസ്കരിച്ചവനെ പോലെയായിരിക്കും നീ എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. ഈ പറഞ്ഞതുപോലെയാണ്, അഥവാ മഗ്രിബ് മുതൽ രാത്രിയുടെ സമയം കൂട്ടിയത് കൊണ്ട് തന്നെ രാത്രി നിസ്കാരത്തിന്റെ ഒരു ഭാഗമായിട്ട് മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള ഈ നിസ്കാരത്തെ സഹാബികളിൽ ധാരാളം പേരും സലഫുകളും കൂട്ടിയിട്ടുണ്ട്, അവർ ചെയ്യാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇടയ്ക്കെല്ലാം ചെയ്തിരുന്ന ആ ഹദീസും വന്നിട്ടുണ്ട്. ചില ആയത്തുകളുടെ തഫ്സീറുകളിൽ സഹാബികൾ അനാ അല്ലയിൽ, രാത്രിയിലെ നിസ്കാരം എന്ന് പരാമർശിച്ചത് ഇതിനെയാണെന്ന് സൂചിപ്പിക്കുന്ന തഫ്സീറുകളും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു അസറാണ്. ഹദ്ദസനാ അബു അബ്ദുല്ലാ മുഹമ്മദ് ബിൻ مخلد العطار قال حدثنا أحمد بن منصور الرمادي قال حدثنا يزيد بن أبي حكيم العدني قال سألت سفيان الثوري عن قول الله عز وجل. سفيان الثوري رحمه الله ذكر ليسوا سواء من أهل الكتاب أمة قائمة يتلون آيات الله آناء الليل وهم يسجدون. അഹ്ലുൽ കിതാബുകാർ അവർ ഒരുപോലെയല്ല, അവരിൽ ചില ആളുകൾ രാത്രിയിൽ അനാ അല്ലയിൽ അവിടെ സുജൂദിലായിക്കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ആയാത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് നിസ്കരിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെക്കുറിച്ച് എന്താണ് പറയാറുള്ളത് എന്ന് സുഫിയാൻ സൗരി റഹിമയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫഹദ്ദസ്നി അൻ മൻസൂറിൻ ഖാല. മൻസൂർ ഇബ്നുൽ മുഅ്തമിർ അസ്സുലമി അദ്ദേഹത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് സുഫിയാൻ സൗരി പറയാണ്, ബലഗനി അന്നഹും കാനൂ യുസല്ലൂന മാ ബൈനൽ മഗ്രിബി വൽ ഇശാ. ഈ ആയത്തിനെ അറിയിച്ചിട്ടുള്ളത് അവർ അഥവാ അഹ്ലു കിതാബുകാർ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ നിസ്കരിച്ചു എന്നത് അറിയിച്ചിട്ടുണ്ട്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നിലക്ക് പറഞ്ഞത് കാണാം. അപ്പോൾ അത് രാത്രി നിസ്കാരമാണെന്ന് വന്നിട്ടുണ്ട്. പക്ഷെ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കെല്ലാം ചെയ്തിരുന്നു. അത് രാത്രി നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട് എന്നും കാണാം.
متر أثر حدثنا أبو عبد الله محمد بن مخلد قال حدثنا أبو زكريا بن بارح قال حدثنا محمد بن عبد الله الأنصاري قال حدثنا سعيد عن قتادة عن أنس بن مالك في قول الله عز وجل. أنس بن مالك رضي الله عنه സൂറത്ത് സജദയിലെ തതജാഫ ജുനൂബുഹും അനിൽ മവാജിഅ് എന്നുള്ള ആയത്തിനെ തഫ്സീർ ചെയ്യുന്നിടത്ത് അദ്ദേഹം പറഞ്ഞു ബൈനൽ മഗ്രിബി വൽ ഇശാ, മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലാണ് അത് എന്ന് തഫ്സീർ ചെയ്ത് കാണാം. അപ്പോൾ രാത്രിയുടെ ആദ്യ സമയം എന്ന നിലയ്ക്ക് മഗ്രിബിന്റെയും ഇശാഇന്റെ ഇടയിൽ സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളത് രാത്രി നിസ്കാരത്തിൽ എണ്ണിയതായിട്ട് സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്, സഹാബികൾ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കെല്ലാം ചെയ്യാറുള്ള കാര്യമായിരുന്നു. അത് ഇശാ വരെ തുടർന്ന് ഈ 2 റക്അത്തായിട്ട് നിസ്കരിക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കാം. ഇനി ഈ കിതാബിൽ കൊടുത്തിട്ടുള്ളത് ളൈഫായ ഒരുപാട് അസറുകൾ കൊടുത്തിട്ടുണ്ട്, നമ്മൾ വായിച്ചിട്ടില്ല. ഇതിൽ സഹീഹായി വന്നിട്ടുള്ള അസറുകളാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. ഈ റിസാല ആജുർ റഹിമഹുള്ള അവസാനിപ്പിക്കുകയാണ് തമ്മൽ ജുസ് വൽഹംദുലില്ലാഹി തആല ഫി 17 മിൻ ദിൽ ഹിജ്ജ മുതിമ്മു 16 و800 വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി അജ്മഈൻ. അദ്ദേഹം റിസാല അവസാനിപ്പിക്കുകയാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ രാത്രി നിസ്കാരത്തിന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അതിനെക്കുറിച്ചുള്ള ഫضലുകളും അതിന്റെ ശ്രേഷ്ഠതകളും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഭാഗങ്ങളും വിശദീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ആജൂരി റഹിമഹുള്ളയുടെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു റിസാലയാണ്. അള്ളാഹുവിന്റെ തൗഫീഖിനാൽ നമുക്കത് വായിക്കാനും കേൾക്കാനും അതിലെ സഹീഹായ അസ്റുകൾ മനസ്സിലാക്കാനും സാധിച്ചു. ഇനി അള്ളാഹു തആല നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മരണം വരെ അള്ളാഹുവിന് മുമ്പിൽ രാത്രിയിൽ നിന്ന് നിസ്കരിക്കാൻ ഉള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹുവിനോട് ധാരാളം ചോദിക്കേണ്ട ഒരു മുഅ്മിന്റെ ഷറഫായിട്ടുള്ള അള്ളാഹുവിലേക്കുള്ള ഖുർബത്ത് നേടിത്തരുന്ന അള്ളാഹുവിന്റെ വലായത്ത് ലഭിക്കുന്നതിൽ ഏറ്റവും നല്ലൊരു ആബിദാകുന്നതിൽ ഏറ്റവും ഉപകാരപ്രദമായി നമ്മുടെ ഒപ്പമുണ്ടാകുന്ന പരലോകത്ത് പ്രത്യേകം സ്ഥാനം നൽകപ്പെടുന്ന ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. പ്രത്യേകം രാത്രി നിസ്കരിക്കുന്ന ആളുകളെ വിളിക്കും, എവിടെ ആ കൂട്ടർ എവിടെയെന്ന് ചോദിച്ച് വിളിക്കും എന്നുവരെ കാണാം. അതുപോലെ നമ്മൾ വായിച്ചതുപോലെ അള്ളാഹു തആല രാത്രി നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്ന അടിമയെ നോക്കി, അവന്റെ ആസ്വാദനങ്ങൾ വിട്ട് എഴുന്നേൽക്കുന്ന അടിമയെ നോക്കി അള്ളാഹു തആല ചിരിക്കും എന്ന് വരെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അത് അള്ളാഹുവിനോട് ചോദിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ